ഹലോ ഗൈസ്, മല്ലൂട്ടേക്കാണ്. ഇതിന്ന് വന്നൊരു വാർത്തയാണ് കേട്ടോ. നിങ്ങളെല്ലാരും കണ്ടുണ്ടാവും. ഇന്നലെ അതായത് എന്താ പറയാ, നമുക്ക് കുഞ്ഞു വേണം, എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയിട്ട് പുതിയ ശബ്ദരേഖ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ന്യൂസ് ഞാൻ ഫുള്ള് കണ്ടു, ചാറ്റും കണ്ടു, രാഹുലും ആ പെൺകുട്ടി നമ്മൾ സംസാരിച്ചതും ഞാൻ കണ്ടു. ഇതൊന്നും മനസ്സിലാക്കിയ രാഹുൽ ഒരു താനി നായിന്റെ മോനാണെന്നാണ്. ഒരു തന്തയല്ല ഉള്ളത്. ഒരു തന്തയുള്ള ആൾക്കാർ ചെയ്യണ പരിപാടി അല്ല ഇത് ഒന്നും രണ്ടും കേസല്ല ഇപ്പൊ ഇവനെതിരെ വന്നിട്ടുള്ളത്. ഒരു MLA ആണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിവാസം കാണിക്കുന്നുള്ള നിലയിലെത്തി. ഒന്നും രണ്ടല്ലോ, ഒരുപാട് പേര് ഈ രാഹുൽ എന്ന് പറഞ്ഞ ചെറ്റ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ വന്നിട്ട് പോലും കേരള സർക്കാർ ഒരു കേസ് പോലും ഇവനെ എടുത്തിട്ട് പൂട്ടാൻ ഇതുവരെ അവർക്ക് പറ്റിയിട്ടില്ല. എനിക്കറിയാൻ പാടില്ല ഇവരെന്താണ് ഈ നോക്കിയിരിക്കണത് എന്നുള്ളത്. കേരള സർക്കാർ പിന്നെ നട്ടലില്ലാത്ത സർക്കാർ ആയതുകൊണ്ട് തന്നെ പറയും വേണ്ട, അറിയാലോ. നട്ടലുണ്ടെങ്കിൽ ഓരെന്നെ രാഹുലിനെ പിടിച്ചകത്തിട്ട് രാഹുലിന്റെ മാങ്കൂട്ടത്തിൽ നട്ടൽ അടിച്ചുപിടിച്ചിട്ടുണ്ടാകും. ഇത് ഓരതും ചെയ്യണില്ല. പിന്നെ എന്ത് കോപ്പിലാണ് കേരള പോലീസ് അവിടെ ഉള്ളത്? ആ പെണ്ണ് ന്യൂസിലും ആ ഫോൺ സംഭാഷണത്തിൽ പറയണത് തന്നെ നിങ്ങൾ കേൾക്കണം. വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവൻ പറയണത് ഡ്രാമ കളിക്കണ്ട, പിന്നെ പറയുന്നത് അതിനെ പോയി ഒഴിവാക്കാണ് പറയണത്. ഇവനാണ് പറയണത് നമുക്ക് കുഞ്ഞു വേണം, നിന്നെ എനിക്ക് ഗർഭിണിയാക്കണം, ഗെറ്റ് റെഡി ബേബി എന്നൊക്കെ പറഞ്ഞുള്ള വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് രാഹുൽ അയച്ചത്. പക്ഷെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കണത് ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് ഓരോ ജീവിത വഴിയാധാരാക്കിക്കൊണ്ടിരിക്കണം. ഇവനെ പോലുള്ള ചെറ്റകൾ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവനെയൊക്കെ നടു റോട്ടില് മുക്കാലി കെട്ടിയടിക്കണം. CPM-കാരോടാണ് പറയണത്, നിങ്ങൾക്ക് SFI-ക്കാരും ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ പോയി അടിക്കടാ, അടിച്ചു ഒടിക്ക്. പാലക്കാട് MLA ആണല്ലോ, പാലക്കാട് ടൗണിലിട്ട് അടിച്ച് ശരിയാക്കണോ ഇമ്മാതിരി ചെറ്റത്തരം ചെയ്തതിന്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെണ്ണ് പിടിച്ച് ആൾക്കാരെ പീഡിപ്പിച്ച് ഓരോ ജീവിതം നശിപ്പിച്ച് നടക്കല്ല വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.